പ്രിയമുള്ളവരെ, ഒരിക്കൽ വലിയ നോയമ്പ് കാലത്ത് വളരെയധികം കള്ളു കുടിച്ച് ബോധരഹിതനും അവശനുമായി ഒരു മത്തായി ചേട്ടൻ വഴിയരികിലുള്ള ഒരു ഹൈന്ദവ പ്രമാണിയുടെ വീട്ടുപടിക്കൽ കിടന്നിരുന്നു. രാത്രികാലത്ത് ചൂട്ടുകാറ്റ് വീശി വന്ന വീട്ടുടമ മത്തായി മാപ്പിള തിരിച്ചറിഞ്ഞു. പ്രശ്നം മനസ്സിലാക്കി കള്ളിൻ്റെ വീര്യം കെടുത്താൻ തൈര് കുടിച്ചാൽ കൊള്ളാമെന്ന് ഉപദേശിക്കപ്പെട്ട ആ മാന്യൻ മറ്റു ചിലരുടെ സഹായത്തോടു കൂടെ മത്തായി മാപ്പിളയുടെ വായ തുറന്ന് കുറച്ച് തൈര് വായയിലൊഴിച്ചു. ചില മിനിറ്റുകൾ കഴിഞ്ഞ് അല്പം ബോധം കിട്ടിയ മത്തായി മാപ്പിള എഴുന്നേറ്റിരുന്നു കാര്യം ഗ്രഹിച്ചു. തൻ്റെ വായിൽ ആരോ തൈര് ഒഴിച്ചെന്ന് ഗ്രഹിച്ച ഉടനെ ശകാരം ഉച്ചരിച്ചുകൊണ്ട്, ആരടാ ഈ വലിയ നൊയമ്പ് കാലത്ത്, വിശിഷ്യ കഷ്ടാനുഭവ ആഴ്ചയിൽ എൻ്റെ വായിൽ തൈരൊഴിച്ച് നൊയമ്പ് തെറ്റിച്ചത് എന്ന് ചോദിച്ചു. നോക്കണേ മത്തായി മാപ്പിളയുടെ വിശുദ്ധ ജീവിതം. സ്നേഹമുള്ളവരെ, നൊയമ്പെന്ന് പറഞ്ഞാൽ അത് ഇറച്ചിക്കും മീനിനും മുട്ടയ്ക്കും ഒന്നുമല്ല. ഒരുപക്ഷെ നമ്മൾ ഏറ്റവും സ്നേഹിക്കുന്നതും എന്നാൽ പറിച്ചു മാറ്റാൻ പറ്റാത്ത എന്തെങ്കിലും ഒന്നും. അതൊരു പക്ഷേ ഈ നൊയമ്പ് കാലത്ത് അല്ലെങ്കിൽ അടുത്ത നൊയമ്പ് കാലത്ത് സോഷ്യൽ മീഡിയയും നെറ്റ്വർക്കുമെല്ലാം ഒന്ന് ഉപേക്ഷിച്ചുകൊണ്ടായിക്കൂടെ.